റഷാസ് വൈബ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ക്യാമറ ഒക്കെ ഫേസ് ചെയ്തിട്ടൊരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറ്റങ്ങളൊക്കെ ഈ ഒരു വ്ളോഗിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ താത്തയുടെ മോൾക്കൊരു സർപ്രൈസ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു കേട്ടോ അവളുടെ ബർത്ത്ഡേ. അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും തലേ ദിവസം, അതായത് ബർത്ത്ഡേയുടെ അന്ന് എന്തായാലും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാനൊരു ബർത്ത്ഡേ കേക്കൊക്കെ ആയിട്ട് അവളുടെ അടുത്തേക്ക് പോവാണ്. അവൾക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ, അതായത് ബർത്ത്ഡേയുടെ അന്ന് ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങിച്ച് മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു കേക്ക് അവൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം കേക്ക് ഉണ്ടാക്കുന്നത് കാണാം. ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻസും പിന്നെ കേക്കിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഗിഫ്റ്റ്, ഞാനൊരു ഡ്രസ്സാണ് വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ ആ ഒരു പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പുളിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പം തന്നെ ഇത് പാലിൽ നിന്നും ഒന്ന് വിട്ടിട്ടൊരു മോരിൻ്റെ ആ ഒരു ചെറിയൊരു രൂപമായിട്ട് കിട്ടും, ബട്ടർ മിൽക്ക്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ പാലിൽ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോഫി പൗഡറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചത് ഇവിടെ രണ്ടും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് സെറ്റ് ആവട്ടെ. നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1/3 കപ്പ് ഓയിൽ, അത് 1/3 കപ്പ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. 2 പ്രാവശ്യം ചേർക്കുന്നുണ്ട്. ഇത് 80 ml ആണ് കേട്ടോ. 80 ml കപ്പാണ്. അപ്പോൾ 160 ml സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം മെഷർമെൻറ്റിൽ തൈര് കേട്ടോ, തൈര് ഒഴിച്ചു കൊടുക്കുക. 2 പ്രാവശ്യം തന്നെ ഒഴിച്ചു കൊടുക്കണം. 60 ml തൈര്. എൻ്റെ അടുത്ത് കട്ടി തൈരില്ല, ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 2 കപ്പും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഫ്ലഫി ആവുന്നത് വരെ ഇത് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ ഞാൻ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു പിഞ്ച്, ഒരു നുള്ളു ഉപ്പ് കേട്ടോ, എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, അത് ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കോഫി മിക്സ് ഉണ്ടല്ലോ, അതും ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ കുക്കറിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. കുക്കർ നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെച്ചിട്ട് ഗ്രീസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കേക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു തട്ടാണ്. ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. വെയിറ്റ് ഇടാതെ വേണം കേട്ടോ അത് മൂടി വെക്കാനായിട്ട്. ആദ്യത്തെ 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിതാ കുക്കറൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് റെഡി ആയോ നമുക്ക് നോക്കാം. ഒരു നല്ല നീളമുള്ള ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ കേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കത്തിയുടെ മുകളിലൊന്നും പിടിച്ചിട്ടില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കേക്ക് അവിടെ ഏകദേശം റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ക്രീമൊക്കെ തേച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രീം മേടിക്കാൻ പോവാണ് കേട്ടോ. ആറങ്ങോട്ടേക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് പോകാം. കുറച്ച് ഐറ്റംസൊക്കെ കേക്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് മേടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പോവാം കേട്ടോ. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും വേണം. വലിയ പിസ്സ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ആറങ്ങോട്ടുകരയിലെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ്, PVK സൂപ്പർ മാർക്കറ്റ്, അങ്ങോട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കേക്കിന് ആവശ്യമുള്ളതും പുഡിങ്ങിന് ആവശ്യമുള്ളതും വീട്ടിലേക്ക് ആവശ്യമുള്ളതും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ, ചവിട്ടികൾ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കേക്കിന് വേണ്ടിയിട്ടുള്ള ഷുഗർ ബോൾസും അങ്ങനത്തെ ഐറ്റംസൊക്കെ നോക്കുകയാണ്. കേക്കിൻ്റെ ബോർഡ് ഉണ്ടല്ലോ, എത്രയുടെ മാത്രമേ ഉണ്ടാക്കാം. ഗുലാബ് ജാമുനോ? ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രെഡും ഉണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാറുള്ള ചേച്ചിയാണ് കേട്ടോ, സുനിത ചേച്ചി. നല്ല രസമാണ് കേട്ടോ അവരെ സംസാരം കേൾക്കാൻ. ഇവരുടെ മക്കൾ എൻ്റെ അടുത്താണ് ട്യൂഷന് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേക പരിചയമുണ്ട്. നല്ല രസമാണ്. ഇവരൊരു തമിഴ് കലർന്നൊരു സംസാരമാണ്. കൂടി കയ്യിന്നിടൂ. ഞാൻ വിടില്ല എന്നല്ലേ. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ ഞാൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്തു. കൂടുതലും ഞാൻ ഉപ്പാൻ്റെ കടയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. ഉപ്പാൻ്റെ കടയിൽ ഇല്ലാത്ത സാധനങ്ങളാണ് കേട്ടോ ഇവിടുന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുക്കാൻ പറയുകയാണ് അവരടുത്ത്. അങ്ങനെ എല്ലാ ഐറ്റംസും എടുത്ത ശേഷം ബില്ല് ചെയ്യാൻ പറഞ്ഞു അവരടുത്ത്. ഞാൻ ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ ബില്ല് പേ ചെയ്തത്. അപ്പോൾ
അപ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ തൊട്ടടുത്ത ഒരു കടയിലേക്ക് പോവാണ് കേട്ടോ. മോൾക്ക് ഡ്രസ്സ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഒരു 3/4 മോഡൽ ഡ്രസ്സാണ്. അപ്പോൾ ഞാനത് പാക്ക് ചെയ്യാൻ പറഞ്ഞു അവരടുത്ത്. ഇത് 5 സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയാണ് കേട്ടോ, ഒരു ഡ്രസ്സ് ഷോപ്പാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. പണ്ടൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് ഡ്രസ്സ് എടുക്കാറുള്ളത്. ഇപ്പോൾ അങ്ങനെ ഇവിടെ നിന്നെല്ലാം എടുക്കാറില്ല കേട്ടോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഡ്രസ്സ് എടുക്കുന്നത്. അങ്ങനെ ഇതാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിതാ ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് കേക്കിൻ്റെ ബാക്കി ഡെക്കറേഷൻസൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോൾ മക്കൾ TV വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേക്കിൻ്റെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനുള്ള ബൗളും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡൊക്കെ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതാ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും, നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയിൽ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. താഴെ ഒരു ട്രേയിലോ അല്ലെങ്കിൽ ഒരു ബൗളിലോ ഐസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ബൗൾ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ക്രീമൊക്കെ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ഞാൻ മുമ്പൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. പിന്നെയാണ് കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസായിട്ട് ഈ ഒരു ബീറ്റർ വാങ്ങി തന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിൽ തന്നെയാണ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറിയുണ്ട്. ഇതാ കുക്കറിൽ നിന്ന് എടുക്കാൻ പോവാണ് കേട്ടോ. ഇതെന്താണെന്നറിയില്ല, 2 ലെയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ഞാനിതാ 3 ലെയറായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ് ഈ ഒരു കേക്ക്. അപ്പോൾ കോഴിമുട്ടയൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് എഗ്ലെസ് കേക്കാണ്. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 3 ലെയറായിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്കൊരു നൂല് വെച്ചിട്ടും കട്ട് ചെയ്യാം കേട്ടോ. ഞാനൊരു ചെറിയ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഞാനൊരു കേക്ക് ബോർഡ് ടേൺ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ക്രീമൊക്കെ ഒന്ന് തേച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കോഫി മിക്സ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്കാണ് കേട്ടോ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഷുഗർ സിറപ്പിലൊക്കെ നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ഞാനിതാ ക്രീം ഇതിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെക്കൻഡ് ലെയർ വെക്കുക. അതും ഇതേപോലെ ഷുഗർ സിറപ്പിലൊന്ന് സോക്ക് ചെയ്ത ശേഷം വീണ്ടും ക്രീം തേക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ 3 ലെയറും ഞാൻ ഇതേപോലെ നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ട് ഇതിന് ഫ്രിഡ്ജിലേക്ക് കുറച്ച് സമയം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ആവട്ടെ ഫ്രിഡ്ജിലിരുന്നിട്ട്. ഇനി ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു ബൗളുണ്ടല്ലോ, വിപ്പിംഗ് ക്രീമുള്ള ബൗൾ, അത് തന്നെയാണ് എടുക്കുന്നത്. അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ബാക്കിയുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചുകൂടി വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പീസ് ഡാർക്ക് ചോക്ലേറ്റ് 180 ഗ്രാമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതും ഒരു പീസ് ബട്ടറും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഈ ഒരു വെള്ളം വെക്കാനായിട്ട് കേട്ടോ. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബൗളൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ നിന്നും നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തതൊന്ന് ഇട്ട് കൊടുത്തു. കുറച്ച് ചെറി വെച്ചിട്ടുണ്ട്. ഷുഗർ ബോൾസൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. കേക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. അങ്ങോട്ട് പോവാം കേട്ടോ. കുട്ടികളെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കട്ട് ചെയ്യാം. ഞങ്ങളിതാ താത്താടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവളിതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ മക്കളിതാ പോയിട്ട് അവളെ വിളിച്ചു കൊണ്ടുവരികയാണ് കേട്ടോ, കേക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളാകെ അന്തം വിട്ടു കേട്ടോ. അവളിതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ കൂടി കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി.
ഞാൻ അവളോട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവൾ അതൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി വരാൻ പോവാണ് കേട്ടോ. അതിനുശേഷം കേക്ക് കട്ടിങ്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. താത്താടെ അനിയൻ്റെ മക്കളും അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് വന്നവരും എല്ലാവരും ഉണ്ടായിരുന്നു. കുട്ടികൾ മാത്രം, വലിയവരാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യാണ്. എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം കേക്കൊക്കെ കഴിച്ചു. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ ചായ കുടിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.